ഒരുപാട് സെലിബ്രിറ്റികൾ സോഷ്യൽ മീഡിയയിലടക്കം ഒരുപാട് ആൾക്കാർ വന്ന് പറയാറുണ്ട് ഈ മൊബൈലിലും കൊണ്ടുവരുന്ന സോക്കോൾഡ് പാപ്പരാസി മീഡിയ എന്ന് പറയുന്ന ആൾക്കാർ അവരുടെ പല ആംഗിളുകളും മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഷോട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് അറിയില്ല ഇവർ ആരൊക്കെയാണ്, ഏതൊക്കെ മീഡിയാസ് ആണെന്ന് അവർക്ക് അറിയത്തില്ല. പക്ഷെ മറ്റവരെടുക്കുന്ന രീതിയാണ് ആക്ച്വലി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അതായത് നടിമാരെ നമുക്കറിയാം ഈ ഫോക്കസ് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ സൂം ചെയ്തെടുക്കുന്നത്, എന്നിട്ട് ഇവരിത് പോസ്റ്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ക്യാപ്ഷനുകളുടെ ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയായിരിക്കാം, ക്യാപ്ഷനുകളുടെ അല്ലെങ്കിൽ തമ്പനെയിലിൽ കൊടുക്കുന്ന വാചകങ്ങള്, ഇതൊക്കെ സത്യത്തിൽ അതായത് സെക്ഷുവലൈസ് ചെയ്യുന്ന രീതിയിൽ വരെ അത്തരം ക്യാപ്ഷനുകൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, എന്തിനാണ് മുകളിൽ ക്യാമറ വെച്ചിട്ട് താഴോട്ടേക്ക് എടുക്കേണ്ട ആവശ്യം, ഞാൻ കയറി വരികയാണ്, നിങ്ങൾ എടുക്കേണ്ട, ഞാൻ വന്നിട്ട് ശേഷം എടുക്കാം എന്ന് പറഞ്ഞ് പ്രകോപിതരായ ഒരുപാട് നടിമാരുണ്ട്. എന്നിട്ടും നമുക്ക് ഇവരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് ആൾക്കാർ ഇത് പറഞ്ഞിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ സത്യത്തിൽ കഴിഞ്ഞ ദിവസം പോലീസ് അടക്കം ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് ക്യാമറയും മൈക്കും കൊണ്ട് ചെന്നാൽ നടപടിയെടുക്കും എന്ന രീതിയിൽ വ്യക്തമായി പോലീസ് കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഓഡിയൻസ് ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം ഇവർ ഈ പണി തുടരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമസ്കാരം. നമസ്കാരം. ഓൺലൈൻ മീഡിയകളിലെ ഔചിത്യബോധത്തെ പറ്റിയാണല്ലോ ഇപ്പം വീണ്ടും ചർച്ച ചെയ്യുന്ന വിഷയം. ഇപ്പൊ കഴിഞ്ഞ ദിവസം MLA ഫാത്തിമ തൈലിയ ഇതേ വിഷയത്തിൽ രംഗത്ത് വന്നിരുന്നു. സ്വകാര്യതയിലേക്ക് ഒരു മൈക്കും കൊണ്ട് കടന്നു ചെല്ലുന്ന അല്ലെങ്കിൽ ഒരു മൊബൈൽ പൊക്കി പിടിച്ച് കടന്നു ചെല്ലുന്ന പാപ്പരാസികൾക്കെതിരെയാണ് അവർ തുറന്നടിച്ചത്. ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇതേ വിഷയം തന്നെ നമുക്കറിയാം സലീം കുമാറിന്റെ മരണാനന്തര ചടങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് അന്ന് ഇത് വലിയ വിവാദമായിരുന്നു. ചന്തു സലീം കുമാർ പൊട്ടിത്തെറിക്കുന്ന അല്ലെങ്കിൽ അലറി ഒക്കെ വരുന്ന ഒരു സീനൊക്കെ അന്ന് നമ്മൾ കണ്ടത്. അന്നും ഇതേ വിഷയം ചർച്ചയായിരുന്നു. എല്ലാ കാലത്തും ഇത്തരം പാപ്പരാസികളുടെ ഇരകൾ എന്നൊക്കെ പറയുന്നത് സ്ത്രീകളാണ്. ഇവർക്ക് ഇതൊരു വിൽപ്പനച്ചരക്ക് അല്ലെങ്കിൽ അവർ കാണുന്നത് ഓഡിയൻസിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കണ്ടന്റ്, അത്ര ഇവർക്ക് ഇതിൽ നൈതികതയൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരു നോക്കുകയാണെങ്കിൽ ഇപ്പോഴും നിയന്ത്രണമില്ലാതെ എങ്ങോട്ടും എവിടെയും ഈ മൊബൈൽ ക്യാമറയും പൊക്കി പിടിച്ച് ചെല്ലാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് കേരളത്തിൽ. ഫാത്തിമ തൈലിയ പറഞ്ഞതും സെയിം വിഷയം തന്നെ. അവർ ഉന്നയിക്കുന്ന മറ്റൊരു കാര്യം, സംഘാടകർ വിളിച്ചിട്ട് വന്നത് ആരാണ്, വലിഞ്ഞു കയറി വന്നവരാരാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത്. അതെ, നമുക്കറിയാം ഒരുപാട് സെലിബ്രിറ്റികൾ സോഷ്യൽ മീഡിയയിലടക്കം ഒരുപാട് ആൾക്കാർ വന്ന് പറയാറുണ്ട് ഈ മൊബൈലിലും കൊണ്ടുവരുന്ന സോക്കോൾഡ് പാപ്പരാസി മീഡിയ എന്ന് പറയുന്ന ആൾക്കാർ അവരുടെ പല ആംഗിളുകളും മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഷോട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് അറിയില്ല ഇവർ ആരൊക്കെയാണ്, ഏതൊക്കെ മീഡിയാസ് ആണെന്ന് അവർക്ക് അറിയത്തില്ല. പക്ഷെ എന്നാലും ഈ പാപ്പരാസി എന്ന് പറഞ്ഞ് ഇവരെ പുറകെ നടക്കുകയും വിവിധ ആംഗിളുകൾ നോക്കിയിട്ട് മാത്രം ഫോട്ടോ ഷൂട്ട് ചെയ്യുകയും അല്ലെങ്കിൽ ക്യാമറ എടുക്കുകയും വീഡിയോ എടുക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതൊരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റേണ്ടതാണ്. കാരണം വെച്ചാൽ നമുക്കറിയാം നമുക്ക് ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട്, ഒരുപാട് ലേഡീസ് ഉണ്ട്. അവർക്ക് ഒരു പൊതുയിടത്തിൽ പോയി ഒരു സംസാരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യാനോ ഉള്ള ഒരു ഫ്രീഡം ഈ പറയുന്ന ആൾക്കാരുടെ അടുത്ത് വളരെ കുറഞ്ഞു വരികയാണ്. എവിടെ പോയാലും ക്യാമറകളോട് നടക്കുകയാണ്. ക്യാമറയല്ല, ആക്ച്വലി മൊബൈൽ ഫോണാണ്. ഇത് വെച്ച് ഇവർ പറയുന്നത് നമ്മൾ മീഡിയ ആണ്, നമുക്ക് ഉത്തരം വേണം, നമുക്ക് എടുക്കാനുള്ള അവകാശമുണ്ട്, നമുക്ക് എന്തും ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഒരു സെലിബ്രിറ്റിനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ പോയി കാണുന്നത്. ആക്ച്വലി നമ്മുടെ ഒരു മീഡിയ കൾച്ചർ അനുസരിച്ചിട്ട് ഇത്തരം നമ്മൾ മൊബൈൽ ജേർണലിസ്റ്റ് എന്ന് പറയാം, ഇത് നമ്മളൊരു ഇങ്ങനെ ഒരു ഘട്ടത്തിൽ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമില്ല ആക്ച്വലി. കാരണം നമുക്ക് സോക്കോൾഡ് ആയിട്ടുള്ള മീഡിയാസ് ഉണ്ട്, ക്യാമറ നമുക്ക് എല്ലാ പൊതുവിടത്തിലും നമുക്ക് ക്യാമറ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ജേർണലിസ്റ്റ് ഉണ്ട്. അവരാണ് ആക്ച്വലി നമുക്ക് വാർത്തകൾ ഇത്രയും കാലം തന്നുകൊണ്ടിരുന്നുണ്ടായത്. അതിൽ നിന്ന് മാറി ഒരു മൊബൈൽ ജേർണലിസത്തിലേക്ക് വരുമ്പം അവിടെ സ്വകാര്യതയൊന്നുമില്ല. ആർക്കും മൊബൈലും കൊണ്ട് എവിടെയും പോകാം, എന്തും ഷൂട്ട് ചെയ്യാം, എന്ത് വീഡിയോ എടുക്കാം, എന്ത് ഫോട്ടോ എടുക്കാം. ഒരു എന്താ പറയണ്ടേ, ഒരാളോട് ചോദിക്കുക പോലും വേണ്ട, നമുക്ക് നേരെ പോയിട്ട് അവരെ വീഡിയോ എടുക്കാം. അവർ പറയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അവർ സ്വകാര്യമായിട്ട് എന്തെങ്കിലും പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിക്കാണ്ട് പോലും നേരിട്ട് പോയി എടുക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. അത് തന്നെയാണ് ഫാത്തിമ തൈലിയ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഉദ്ഘാടനങ്ങൾക്ക് പോകുന്നുണ്ട്, ആൾക്കാരെ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അതിനിടയിൽ വന്നിട്ടാണ് ആക്ച്വലി ഈ മൊബൈലും കൊണ്ട് വരുന്ന ആൾക്കാർ തള്ളി കയറി വന്ന് എന്താന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അവരൊരു പൊതുപ്രവർത്തകയാണ്, അവർക്ക് ഈ ചടങ്ങുകൾ ഒഴിവാക്കാവുന്നതൊന്നല്ല. അപ്പം എന്തൊക്കെ പറഞ്ഞാലും ക്ഷണിച്ചിട്ട് വന്ന ട്രഡീഷണലുള്ള മാധ്യമ പ്രവർത്തകർ അവിടെ കാണും, ഇങ്ങനെ വന്നവരും കാണും. നമ്മൾ സ്റ്റേജിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഇതിൽ ആരാണ് ഒറിജിനൽ, ആരാണ് ഇങ്ങനെ ഫോണും കൊണ്ട് വന്നതെന്ന് സത്യത്തിൽ ഇവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ മറ്റവരെടുക്കുന്ന രീതിയാണ് ആക്ച്വലി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അതായത് നടിമാരെ നമുക്കറിയാം ഈ ഫോക്കസ് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ സൂം ചെയ്തെടുക്കുന്നത്, എന്നിട്ട് ഇവരിത് പോസ്റ്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ക്യാപ്ഷനുകളുടെ ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയായിരിക്കാം, ക്യാപ്ഷനുകളുടെ അല്ലെങ്കിൽ തമ്പനെയിലിൽ കൊടുക്കുന്ന വാചകങ്ങള്,
ഇതൊക്കെ സത്യത്തിൽ അതായത് സെക്ഷുവലൈസ് ചെയ്യുന്ന രീതിയിൽ വരെ അത്തരം ക്യാപ്ഷനുകൾ വന്നിട്ടുണ്ട്. ഇവിടെ മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യം കൂടി ചർച്ച ചെയ്യാൻ ഒന്നല്ലേ? അതെ അതെ, ഒരുപാട് നമുക്ക് ഈ അടുത്ത് തന്നെ നമുക്ക് ഇപ്പം പറഞ്ഞ പോലെ സലീം പറഞ്ഞ മകന്റെ ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നു. അതായത് ഒരു ഏത് സന്ദർഭം നോക്കാണ്ട് വന്ന് ചാടി കയറി അവർക്ക് വീഡിയോ എടുക്കാൻ മാത്രമല്ല ഒരു കണ്ടന്റ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ആൾക്കാർ റീച്ച് ഉണ്ടാക്കുക, അതുവഴി ഇൻകം ജനറേറ്റ് ചെയ്യുക, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവർ ഏത് തലത്തിലാണ് അവർ ബിഹേവ് എന്നുള്ളത് ചിന്തിക്കുന്നില്ല. ലൈക്ക് ഇപ്പം ഒരു സിനിമ നടിയോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആരാണെങ്കിലും ഒരു ഷൂട്ടിങ്ങോ അല്ലെങ്കിൽ പ്രൊമോ സിനിമ കാണാനോ പൊതുയിടത്തിൽ എവിടെയും പോകുമ്പം ഈ പറഞ്ഞ പോലെ ആംഗിളിൽ, അതായത് ഇപ്പോൾ ആംഗിൾ ഇപ്പോൾ ഇത് ഷോട്ട് ഉണ്ട്, ആ ആംഗിൾ വഴി എടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, എന്തിനാണ് മുകളിൽ ക്യാമറ വെച്ചിട്ട് താഴോട്ടേക്ക് എടുക്കേണ്ട ആവശ്യം, ഞാൻ കയറി വരികയാണ്, നിങ്ങൾ എടുക്കേണ്ട, ഞാൻ വന്നിട്ട് ശേഷം എടുക്കാം എന്ന് പറഞ്ഞ് പ്രകോപിതരായ ഒരുപാട് നടിമാരുണ്ട്. എന്നിട്ടും നമുക്കിവരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് ആൾക്കാർ ഇത് പറഞ്ഞിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അതിവൈകാരിക നിമിഷങ്ങൾ പകർത്തുമ്പോഴും ഇതുപോലൊരു ഔചിത്യത്തിന്റെ പ്രശ്നം വരുന്നുണ്ട്. അതായത് മരണം പോലത്തെ വിഷയങ്ങൾ, അല്ലെങ്കിൽ ഒരു അപകടം നടന്ന വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവരെ കരയുന്നത് കാണാൻ ഓഡിയൻസ് ഉണ്ട് എന്ന തോന്നൽ എങ്ങനെ ഉണ്ടായി എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ചാനലുകളിൽ പോലും പലപ്പോഴും വരുന്ന ഒന്നാണ്. അതിൻ്റെ ഒരു എക്സ്ട്രീം വേർഷൻ ആയിരിക്കും പലപ്പോഴും ഈ ഓൺലൈൻ മീഡിയകൾ അല്ലെങ്കിൽ ഈ പാപ്പരാസികൾ എടുക്കുന്നത്. കരയുന്ന ആൾക്കാരെ മുഖത്തേക്ക് സൂം ചെയ്ത് അവരുടെ ആ അതിവൈകാരിക നിമിഷങ്ങൾ ഇങ്ങനെ ഒപ്പിയെടുത്തുകൊണ്ടേയിരിക്കും. സത്യത്തിൽ ഓഡിയൻസ് ഉണ്ടോ ഇതൊക്കെ കാണാൻ? ഓഡിയൻസ് ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. സോഷ്യൽ മീഡിയ ആണ് ആക്ച്വലി ഇവർ പോസ്റ്റ് ചെയ്യുന്ന എല്ലാം സോഷ്യൽ മീഡിയ ആണ്. അപ്പം എപ്പോഴും സോഷ്യൽ മീഡിയൻ്റെ ഒരു കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ അതിവൈകാരികമായ കാര്യങ്ങളോടൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഒരുപാട് കരയുന്നതാണെങ്കിലും ഒരുപാട് സന്തോഷിക്കുന്നതാണെങ്കിലും നിമിഷങ്ങൾ അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവർ ആക്ച്വലി മുതലെടുക്കുന്നത്. മാത്രമല്ല ഇത്തരം കോണ്ടന്റിന് ആൾക്കാരുണ്ട് എന്നുള്ളൊരു ഏതോ ഒരു തെറ്റായ ധാരണ, ഇത് ഓക്കെ ആണ് എന്നുള്ള തെറ്റായ ഒരു ധാരണയും ഇവരെ പുറത്തുണ്ട്. ഇത് ഏത് ആംഗിളിൽ എടുത്തു കഴിഞ്ഞാൽ ഇത് ഭയങ്കരമാണ് എന്നുള്ളൊരു സാധനം ഓൾറെഡി അവർക്ക് വന്നു കഴിഞ്ഞ്. അപ്പോൾ എന്തെടുക്കുമ്പോൾ അവർ അങ്ങനെ എടുത്താൽ ഇത് ആൾ കാണാനുണ്ട്, ഇത് ഇങ്ങനെയാണ്, കുഴപ്പമില്ല എന്നുള്ളൊരു സാധനം ഓൾറെഡി അവർക്ക് കിട്ടിക്കഴിഞ്ഞ്. അതിന്റെ ബേസിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതേ വിഷയം സംബന്ധിച്ച് 24 ന്യൂസിൽ നടന്ന ചർച്ചയിൽ അജിൻ എന്ന് പറഞ്ഞൊരു അവതാരകൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ പാപ്പരാസികൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളത്. പണ്ട് സിനിമ പ്രൊമോഷൻസ് ഒക്കെ നടന്നവരായിരിക്കാം. പിന്നെ അവര് സാധ്യതകൾ തിരിച്ചറിഞ്ഞ് അവരുടെ മേഖല മാറ്റിയതാവാം. അതായത് മുത്തുച്ചിപ്പിയിൽ നിന്ന് ഇപ്പോൾ നീലക്കുയിലേക്ക് എത്തിയുന്ന ഒരവസ്ഥ. പക്ഷെ ഈ ഇദ്ദേഹം അജിൻ പറഞ്ഞ വേറൊരു പോയിന്റ്, ഇവരാരും ഇപ്പം ഒരു 12:30 ഒരു സ്ഥലത്തൊരു പരിപാടി നടക്കുന്നു, ഇതെങ്ങനെ ഇവര് ഗണിച്ചു നോക്കി പറഞ്ഞെത്തുന്നതല്ല. നടിമാരെ അറിയിച്ചിട്ടാണ് അല്ലെങ്കിൽ ക്ഷണിച്ചിട്ടാണ് ഇവരെത്തുന്നത് എന്നൊരു സാധനം. PR വർക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇവരെ വളർത്തിക്കൊണ്ടുവന്നത് പലപ്പോഴും ഇപ്പോൾ രാഷ്ട്രീയക്കാർക്കാണെങ്കിലും ഇത്തരം സെലിബ്രിറ്റികൾക്കാണെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത്തരം പാപ്പരാസികളുടെ സഹായം ആവശ്യമാണ്. അവരുടെ PR വർക്കുകളുടെ ഭാഗത്താണെങ്കിലും അപ്പൊ ആ ഇലക്ഷൻ സമയത്ത് ഇപ്പൊ ഫാത്തിമ തഹ്ലി അങ്ങനെ ചെയ്തു എന്ന് നമ്മൾ പറയുന്നില്ല എങ്കിൽ പോലും ഇലക്ഷൻ സമയത്ത് ഇത്തരം ചാനലുകളെ അല്ലെങ്കിൽ പാപ്പരാസികളെ നല്ല രീതിയിൽ ഉപയോഗിച്ച പാർട്ടികളുണ്ട്, നേതാക്കളുണ്ട്. അപ്പൊ തങ്ങൾ കൊണ്ടു നടന്നവരെന്നെ ആ സമയം കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു കുത്തുന്ന ഒരു അവസ്ഥയും കൊണ്ടിരിക്കുന്നത്. അവർക്ക് വേറെ പണിയില്ല. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു, ഇവരെ സംബന്ധിച്ച് ആവശ്യം കഴിഞ്ഞു. അല്ലെങ്കിൽ സെലിബ്രിറ്റീസിനെ സംബന്ധിച്ച് അവർ ഉയർന്നു വരുന്ന ഒരു കാലത്ത് ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ ഇത്തരക്കാർ വേണം. അങ്ങനെ ഇവരുടെ കൂടെ കൂടിയവരായിരിക്കാം. പക്ഷെ അവർക്കത് ആവശ്യം കഴിയുമ്പോഴും ഇവർക്ക് വേറെ പണിയില്ലാത്തൊരു ഘട്ടം വരുന്നുണ്ട്. അപ്പോൾ ഇവര് ഇതേ പണി തുടരാണ്. അപ്പൊ അന്ന് ഇവരെ കൊണ്ടു നടന്നവര് ഇപ്പൊ അവരെ ഇരകളാവുന്ന ഒരു അവസ്ഥയല്ല സത്യത്തിൽ. എങ്ങനെ പറഞ്ഞാൽ, അതായത് ഇപ്പം ഈ പറഞ്ഞ പ്രൊമോഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത്തരം ഈ സോക്കോൾഡ് പാപ്പരാസികൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിപ്പം സിനിമാ മേഖലയിലാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലായാലും. പക്ഷെ നമ്മൾ കണ്ട പോലെ ഒരു വൈകാരികമായ സന്ദർഭങ്ങളിൽ ഇത്തരം ആൾക്കാരെ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മൾ കുറച്ച് നിയന്ത്രണങ്ങൾ വരുത്തേണ്ട ആവശ്യമില്ല അത്തരം സന്ദർഭങ്ങളിൽ. ഉദാഹരണം സലീം കുമാറിന്റെ ചന്തുവിന്റെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ അത്തരം മേഖലകളിൽ ഒരു കൺട്രോൾ വരുത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇത്തരം മീഡിയകൾ മാത്രം, നമ്മൾ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ മീഡിയസ് നമ്മൾ കാണുന്ന ന്യൂസ് ചാനൽസ് അവർ മാത്രം മതി എന്ന് പറയാൻ കഴിയില്ല. എന്നാലും അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം രാഷ്ട്രീയ പ്രവർത്തനത്തിലായാലും ഈ മീഡിയ സിനിമകളിലായാലും ഈ പറഞ്ഞ സോക്കോൾഡ് പാപ്പരാസികൾ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അവരെ പ്രൊമോഷൻസിന് വേണ്ടിയിട്ട്, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക്, ഈ പറഞ്ഞ ഇലക്ഷൻ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ചില ഘട്ടങ്ങളിൽ അതിവൈകാരികമായ സന്ദർഭങ്ങളിൽ ഇവരൊരു ഇരച്ചുകയറ്റലുണ്ട്. ലൈക്ക് തള്ളിക്കയറുക, എവിടെയും പോവുക എന്നുള്ള സാധനം. അതിനൊരു കൺട്രോൾ ശരിക്കും വരുത്തേണ്ടതല്ലേ? അത് രാഷ്ട്രീയം ഫാത്തിമ തഹ്ലിയുടെ കാര്യത്തിലായാലും അല്ലെ മറ്റ് സെലിബ്രിറ്റീൻ്റെ കാര്യത്തിലായാലും നമ്മൾ അത്തരം നിയന്ത്രണം വരുത്തേണ്ടതല്ലേ? ഇപ്പോൾ സത്യത്തിൽ കഴിഞ്ഞ ദിവസം പോലീസ് അടക്കം ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്.
മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് ക്യാമറയും മൈക്കും കൊണ്ട് ചെന്നാൽ നടപടിയെടുക്കും എന്ന രീതിയിൽ വ്യക്തമായി പോലീസ് കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഓഡിയൻസ് ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം ഇവർ ഈ പണി തുടരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെ, അതാണ് എന്ത് നിയന്ത്രണം. ജനങ്ങൾ കൂടിയാണ് ഇതിൽ ഇടപെടേണ്ടത്. അവരെ കായികമായി നേരിടണം എന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷെ ശക്തമായ നിയമ സംവിധാനം കൊണ്ട് ഇവരെ നേരിടാൻ തന്നെ വേണം, വേറെ വഴിയില്ല. കാരണം ഒരു വാണിംഗ് കൊണ്ട് നിൽക്കാവുന്ന ഒന്നല്ല. ഓഡിയൻസ് ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം ഇവർ ഈ പണി തുടരും. അതിപ്പം ഞാൻ പറഞ്ഞ പോലെ രാഷ്ട്രീയക്കാർ റീലുകൾക്കും മറ്റേതിനും ഇവർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊരു കോൺട്രാക്റ്റ് ആയിരിക്കാം. അത് കഴിയുമ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം കഴിയും. വീണ്ടും ക്യാമറ പൊക്കി അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു ചെല്ലുന്നതിനെതിരെയാണ് ഫാത്തിമ തഹ്ലിയ അടക്കം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വനിതകളാണ് എല്ലാ കാലത്തും ഇത്തരം പാപ്പരാസികളുടെ ഇര, കൂടുതൽ പുരുഷന്മാരേക്കാൾ. അപ്പോൾ ഒരു വനിത എന്ന നിലയിൽ നിങ്ങൾക്ക് എന്നെക്കാളും കൂടുതൽ ഈ ബുദ്ധിമുട്ട് മനസ്സിലാവുന്ന ഒരാൾ കൂടി ആയിരിക്കും. ഫാത്തിമ തഹ്ലിയ തന്റെ പോസ്റ്റ് പറഞ്ഞ പോലെ സ്വകാര്യത ലംഘിച്ചിട്ട് യാതൊരു കൺട്രോളും ഇല്ലാണ്ട് എല്ലാ സിറ്റുവേഷൻസിലും എല്ലാ സന്ദർഭങ്ങളിലും അവരെ കൂടി നടക്കുന്ന ഇത്തരം സോക്കോൾഡ് പാപ്പരാസികളെ നിയന്ത്രിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് ആ പോസ്റ്റിൽ മാത്രമേ, നമ്മൾ കണ്ട മുന്നേ ഉള്ള എല്ലാ അനുഭവങ്ങളും വെച്ചിട്ടും എല്ലാ ഈ നടന്മാരും നടിമാരും പറഞ്ഞ എല്ലാവരെയും വെച്ചിട്ടും നമുക്കിത് കൃത്യമായിട്ട് പറയാൻ കഴിയും. ഒരു നിയന്ത്രണം വേണം, അവരെ ഒഴിവാക്കുക എന്നുള്ളതല്ല. എല്ലാത്തിനും ഉള്ളതുപോലെ മീഡിയക്ക് എല്ലാം നിയന്ത്രണമുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന മൊബൈൽ, എനിക്കായാലും മൊബൈലും കൊണ്ടിട്ട് പോയിട്ട് ഏത് സിറ്റുവേഷനിലും പോയിട്ടും ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാം. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് ഒരു തരത്തിലുള്ള കൺട്രോൾ ഇല്ലാണ്ടാണ് ആൾക്കാർ പോകുന്നത്. അതിനെ നിയന്ത്രിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.